മറ്റു വാർത്തകളിലേക്ക് വിവാഹേതര ബന്ധ ആരോപണത്തിൽ ഒളിച്ചു കളിച്ച മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്റെ പ്രണയങ്ങൾ മറ്റാരെയും ബാധിക്കുന്ന കാര്യമല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതേസമയം മന്ത്രിക്കെതിരെ പ്രതികരണവുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത് വന്നു. വീട്ടിൽ വെച്ച് മന്ത്രിയെ കണ്ടത് മോശം സാഹചര്യത്തിലാണെന്നും ബിന്ദു ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് ഈ ഒരു ആരോപണങ്ങളിലൊക്കെ തന്നെയും കഴമ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു വശത്ത് ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണങ്ങൾ, മറുവശത്ത് അതിനെ ന്യായീകരിക്കുന്നതും അല്ലെങ്കിൽ അതിനെ തള്ളുന്നതുമായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ പ്രതികരണവും വരുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? വിഷ്ണു, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഉയർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് തനിക്ക് ഒരുപാട് പ്രണയമുണ്ടെന്നും എന്നാൽ തന്റെ പ്രണയം മറ്റുള്ളവരെ ബാധിക്കുന്നതല്ലെന്നും വീടിനുള്ളിൽ തന്നെ തനിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നുവെന്നും ഒക്കെയാണ് മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കൃത്യമായും ഈ വിഷയം ചോദിക്കുമ്പോൾ അതിൽ ഉരുണ്ടു കളിച്ചുള്ള ഒരു മറുപടിയാണ് മന്ത്രി നടത്തിയത്. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ ഇന്ന് ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് താൻ വീട്ടിൽ, അതായത് വാളകത്തെ കിഴൂട്ട് വീട്ടിലേക്ക് താൻ എത്തുമ്പോൾ മന്ത്രിയെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നുള്ളതാണ് ഭാര്യ ബിന്ദു മേനോൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് താൻ മൊബൈലിൽ ചിത്രീകരിച്ചു. ഉടൻ തന്നെ മൊബൈൽ തട്ടിപ്പറിക്കുവാനുള്ള ഒരു ശ്രമം അത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവിടെ ഉണ്ടായിരുന്നവരുടെ പേരടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ബിന്ദു മേനോൻ പ്രതികരിച്ചത്. അതിനുശേഷം പിന്നീട് ശ്രീലേഖയെ ബന്ധപ്പെടുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി. എന്നാൽ ഈ കയ്യേറ്റത്തിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല. നിയമപരമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ മന്ത്രിയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ മന്ത്രി ഉരുണ്ട് കളിക്കുന്ന ഒരു സമീപനവുമുണ്ട്. എന്തായാലും മന്ത്രിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. പ്രാദേശിക നേതൃത്വങ്ങളടക്കം ഈ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വങ്ങളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. MLA ഓഫീസിലേക്ക് അടക്കം BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തും. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മന്ത്രിക്കെതിരെ ഉയരുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായിട്ടുമുണ്ട്. എന്തായാലും പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബെഞ്ച് അടക്കം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഭാര്യ തന്നെ ഇത്തരത്തിൽ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ശരി, മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.